ഹായ് ഓൾ, ദിസ് ഇസ് മൺഡേ ഈവനിങ്. ക്രിസ്മസ് ട്രീയുടെ പരിപാടികളൊക്കെ തീർന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ടേബിൾ ഡെക്കോറിലേക്ക് കടക്കാം. ക്രിസ്മസിന്റെ തീമിൽ വൈറ്റ് ആൻഡ് റെഡ് വരുന്ന ഈ ഒരു ടേബിൾ റണ്ണറിന് ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് പ്രകാരം നിങ്ങൾ നോക്കിയാൽ മെഷർമെന്റ് 72 സെന്റിമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ശരിയല്ല. അഥവാ ഇനി ഇതിന് 72 സെന്റിമീറ്റർ നീളമുള്ളെങ്കിൽ നമ്മുടെ ഈ ടേബിളിൽ ഇത് തികയത്തില്ലല്ലോ, ഞാൻ രണ്ടെണ്ണം മേടിക്കേണ്ടി വരത്തില്ലേ. പക്ഷേ സാധനം വന്നപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ ഈ ഒരു വലിയ ടേബിളിന് അത് ഫിറ്റാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 290 രൂപയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കമന്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡെക്കോർ ഐറ്റംസ്, അതായത് ക്രിസ്മസിൻ്റെത് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ. ഇതിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് സാധനങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത് ഒരു കാൻഡിൽ സ്റ്റാൻഡ് ആണ്, അയണ്ടതാണ്. 180 രൂപയാണ് ഇതിന്റെ വില. കാണാൻ നല്ലൊരു എസ്തെറ്റിക് വൈബ് ഉണ്ടാവും. നമുക്കിതിൽ 2 കാൻഡിൽ വെക്കാം. ഞാൻ ഇതിൽ വെക്കാനായിട്ട് തന്നെ റെഡ് സ്പൈറൽ കാൻഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് വരെ തിരി ഇങ്ങനെ കത്തിച്ച് വെച്ചിരുന്നാൽ തീർന്നു പോകുമെന്നുള്ളത് എനിക്കും അറിയാം. അതുകൊണ്ട് 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് 178 രൂപയ്ക്കാണ് ഞാൻ ആ കാൻഡിൽ ഓർഡർ ചെയ്തേക്കുന്നത്. അടുത്തത് നമുക്കിങ്ങനെ ടേബിളിൻ്റെ മേലെയൊക്കെ വെക്കാൻ പറ്റുന്ന കുഞ്ഞി ക്രിസ്മസ് ട്രീ ആണ്. അറ്റത്ത് മഞ്ഞ് പെയ്തിരിക്കുന്ന ക്രിസ്മസ് ട്രീ. ഇത് നമ്മൾ റഫായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പൊടിഞ്ഞു പോകും കേട്ടോ. കുറച്ച് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. ബബിൾ റാപ്പിൽ ടൈറ്റായിട്ട് പൊതിഞ്ഞിങ്ങ് വന്നതുകൊണ്ട് ചെറിയ വളവും തിരിവുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കൈവച്ച് ശരിയാക്കാം. ഇതിൻ്റെ ബേസിനാണ് കേട്ടോ ഏറ്റവും ഭംഗി. വുഡൻ ബേസാണ് വരുന്നത്. ഈ ഒരു സീസൺ തുടങ്ങിയതുകൊണ്ട് പറയുകയാണ്, ഞാൻ മേടിച്ചിട്ട് ടാഗ് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ പല സാധനങ്ങളും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ. എല്ലാത്തിൻ്റെയും ലിങ്ക് യൂട്യൂബ് ഷോർട്സിൽ അഫിലിയേറ്റ് ആയിട്ട് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ക്യാൻഡിൽ കത്തിയിട്ടുള്ളൊരു വൈബ് കാണണ്ടേ. ആ സൈഡിൽ വെച്ചിരിക്കുന്ന ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന ട്രീ ഒക്കെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഇരവിപുരത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ക്രിസ്മസ് ട്രീയിൽ ഞാൻ ആ റൈസ് ലൈറ്റ്സ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നത് ഇട്ടപ്പോൾ പലരും വന്ന് കമൻറ്റ് ചെയ്തു ബാറ്ററിക്ക് ലൈഫ് ഉണ്ടാവത്തില്ലെന്ന്. കഴിഞ്ഞ വർഷം കത്തിക്കൊണ്ടിരുന്ന അതേ സാധനമാണ് ഇത് ഇപ്പോഴും കത്തുന്നത്. അതിൻ്റെ ബാറ്ററി ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ബാറ്ററി പവേർഡ് ആയിട്ടുള്ള ലൈറ്റ്സും ഇതുപോലത്തുള്ള സാധനങ്ങളും ഒക്കെ ഓവർനൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് അവേഴ്സ് ഇടാതിരുന്നാൽ ഇതൊക്കെ തന്നെ ലാസ്റ്റ് ചെയ്യും. ഒരു രാത്രി കൊണ്ട് എൻ്റെ ക്രിസ്മസ് ട്രീയുടെ വീഡിയോ 4 ലക്ഷം വ്യൂസ് എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.